അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരെയാണെന്റെ മാനസം. അക്കരയാണെന്റെ താമസം. അയ്യോ, എന്റെ ചക്കര ഇക്കരയല്ലേ താമസിക്കണമെന്ന് എനിക്കറിയാലോ. അറിയാലോ. പിന്നെ എന്തിനാ ഏത് സമയം നിങ്ങൾ അങ്ങോട്ട് നോക്കിട്ട് അക്കരെ എന്റെ താമസം അക്കരെ എന്റെ മാനസം എന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്? അതെ സിന്ധു, വേണ്ട, ആ വീടിന്റെ ഇപ്പുറത്തായിട്ട് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അവിടെ ഞാനൊരു വീട് പണിഞ്ഞിട്ട് സിന്ധു അക്കരെ നിൽക്കും, ഞാൻ ഇക്കരെ നിൽക്കും. അത് ഞാനൊന്ന് സങ്കല്പിച്ചതല്ലേ. അയ്യോ, വീട് പണിയാൻ പോണ്. 24 മണിക്കൂർ ഈ വീടിനകത്ത് കുത്തിയിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എവിടുന്നാ പൈസ? വയ്യാത്തോണ്ടല്ലേ സിന്ധു? വയ്യാത്തോണ്ട്. 2019 എങ്ങാണ്ട് ഒരു കൊറോണ വന്നിട്ട് അതിന്റെ പേരിൽ അന്ന് തൊട്ട് ഇന്ന് വരെ പണിക്ക് പോകാത്ത ലോകത്തെ ഒരേ ഒരു പുരുഷൻ അത് നിങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ പറയരുത്, എനിക്ക് ആഫ്റ്റർ എഫക്റ്റ് ആണ്, കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റ്. എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ആഫ്റ്റർ എഫക്റ്റ്. ഈ പഞ്ചായത്തിൽ പണിക്ക് പോകാതെ കളിച്ചു തിരിച്ചു നടക്കുന്ന ഒരാളെ ഉള്ളു, അത് നിങ്ങളാ. അങ്ങനെ പറയല്ലേ സിന്ധു. അപ്പുറത്തരുത്തുണ്ട് ആ സാംസന്റെ മോയ്, സഞ്ജു സാംസൺ, എപ്പോഴും കളിച്ച് നടക്കല്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു. അവന് പണിക്ക് പോകണില്ലല്ലോ. ഭയങ്കര വലിയ കണ്ടുപിടുത്തമായി പോയി കേട്ടല്ലോ. ഞാൻ തൊഴിലുറപ്പിന് പോണോണ്ട് കഞ്ഞി കുടിച്ച് കിടക്കാം. അതെ, ഞാൻ അതുകൊണ്ടാ പറഞ്ഞ, നീ രാവിലെ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ഇങ്ങനെ ബഹളം വെക്കാതെ സമാധാനമായിട്ട് പോകും സിന്ധു. എങ്ങനെ സമാധാനത്തിൽ പോകും? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ ഓരോരോ മുട്ട ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിയാ നിൽക്കുന്നത്. നീ ക്വിസ് കോമ്പറ്റീഷൻ ഒന്നും അല്ലല്ലോ പോണത്, ഉത്തരം മുട്ടായി. കളിയാക്കല്ലേ ഏട്ടാ. എന്താ ചോദിക്കണേന്ന് അറിയാമോ? എന്ത്? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായില്ലേ, എന്താ വിശേഷം ഉണ്ടാവാത്തത്, ആർക്കാ കുഴപ്പം, ഡോക്ടറെ കാണുന്നില്ലേ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. അതൊക്കെ കേട്ട് എനിക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഓടി പോവാനാ തോന്നുന്നത്. സിന്ധു, കൊച്ചുങ്ങളുണ്ടാവാത്തതിൽ എനിക്കും സങ്കടമല്ലേ, എനിക്കെന്തോരം വിഷമമുണ്ട്. ഞാൻ എന്തോരം പ്രാർത്ഥനകളാണ് ദിവസവും നടത്തുന്നത്. സുധാകരേട്ടാ, പ്രാർത്ഥന മാത്രം പോരാ, ഇടയ്ക്കേ ചില വഴിപാടുകൾ കൂടെ നടത്തണം കേട്ടല്ലോ. സിന്ധു, കഴിഞ്ഞ മാസമല്ലേ നമ്മൾ പളനി പോയിട്ട് മുട്ടയടിച്ചു. നിങ്ങളുടെ തോറ്റ്. നിങ്ങളുടെ പ്രശ്നം. ഇന്ന് കുടിക്കാനുള്ള കുപ്പി എവിടെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കാ? ആ കുപ്പിയല്ല, കുപ്പി, കള്ളുകുപ്പി. ഈശ്വര, ഞാൻ കുടി നിർത്തിയിട്ട് എത്രയോ നാളായി. മര്യാദക്ക് സത്യം പറഞ്ഞു, എവിടെ കുപ്പി ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? സിന്ധു, ഇവിടെ കുപ്പി ഇല്ല. ഞാൻ കുടിയില്ലല്ലോ സിന്ധു. ഞാൻ ഇപ്പൊ കുടിക്കാറില്ല. നിങ്ങൾ അടുക്കളയല്ലേ വെച്ചേക്കുന്നത്? ഇല്ല, നോക്കിയെടുത്തോളാം. ഞാൻ കുടിക്കാറില്ല. സുധാകരേട്ടാ, കുടിക്കുന്നത് പോട്ടെ, ഈ കുപ്പി എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് കളഞ്ഞൂടെ? അയ്യോ സിന്ധു, ഇതൊന്നും ഞാൻ കുടിച്ചതല്ല. അത് അപ്പുറത്തെ ശോഭനമാമയില്ലേ, അയാൾ എന്നും അടിച്ചിട്ട് കുപ്പി അവിടെ നിന്ന് ഇങ്ങോട്ടറിയും. ഞാൻ പിന്നെ ഈ കുപ്പി എല്ലാം കൂടെ സൂക്ഷിച്ചു വയ്ക്കണം, ആക്രി വരുമ്പോ കൊടുക്കാം. ആക്രിക്കാരനെ ഞാൻ നോക്കി നിൽക്കുക നിങ്ങളെ പെറുക്കി കൊടുക്കാനായിട്ട്. ഓഹോ സിന്ധു, ഞാൻ ഒരു കാര്യം പറയാം. കാഴ്ച ഉള്ളപ്പോ കണ്ടിന്റെ വില നിനക്ക് അറിഞ്ഞൂടാ. തുണി മഴ പെയ്യുവാണെങ്കിൽ എടുത്ത് അകത്തിട്ടേക്കണം. പാത്രം ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചേക്കണേ. ഞാൻ പോവുക. അയ്യോ, അവള് വന്നേക്ക് തുണി എടുത്ത് വെക്കണേ. ആണുങ്ങളെ ഭരിക്കാൻ വന്നേക്കുന്നവള്. ഇച്ചിരി പൈസ കൈ കിട്ടുന്നതിന്റെ അഹങ്കാരമാണ്. അത് നമ്മൾ ആണുങ്ങൾ എത്ര പൈസ വന്നാലും ഒരു അഹങ്കാരമല്ല. പെണ്ണുങ്ങൾക്ക് കയ്യിൽ കാശ് വന്ന അപ്പൊ അഹങ്കാരമാണ്. ഒരു കണക്കിന് ഈ തൊഴിലുറപ്പ് കണ്ടുപിടിച്ച ആളിനെ സമ്മതിക്കണം. അതുകൊണ്ട് ആണുങ്ങൾക്ക് കുറച്ച് സമയം മനസ്സമാനം ഉണ്ടല്ലോ. വൈകുന്നേരം വരെ ഓക്കെ. അതാ പറഞ്ഞു ക്ലാസ് ഇട്ട്. ചേച്ചി, ചേച്ചിയാ? ചേച്ചി തൊഴിലുറപ്പിന് പോയി, ഇനി വൈകിട്ടേ വരൂ. ഒക്കോ, ചേച്ചിയെ കാണണമെങ്കിൽ വൈകിട്ട് വന്നാൽ മതി. ചേട്ടാ, ഞാൻ ഈ ഹരിതകർമ്മസേനന്ന് വന്നതാണേ. ഹരിതകർമ്മസേന. എന്ത് ഹരിതസേന? എന്താ കാര്യം? എന്താ? ഈ പ്ലാസ്റ്റിക് കവറ്, കുപ്പി എല്ലാം കളക്ട് ചെയ്യാൻ വന്നതാ. ആക്രിയല്ല. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ പ്ലാസ്റ്റിക്കും ഇല്ല, ആക്രിയില്ല, ഒന്നുമില്ല. പൊക്കോ. അയ്യോ ചേട്ടാ, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞത് എല്ലാ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യണമെന്നാണ്. അതെ, പഞ്ചായത്തിനോട് പോയി പറ, ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല. വെറുതെ സമയം കളയാതെ പോവാൻ നോക്ക്. പോ, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പ്ലാസ്റ്റിക് ഇല്ലെങ്കിലേ 50 രൂപ ഫീസ് അടയ്ക്കണം കേട്ടോ. എന്താ?
50 രൂപ ഫീസ്. എന്തിന്? പ്ലാസ്റ്റിക് ഇവിടെ ഇല്ല. അയ്യോ, പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും 50 രൂപ ഫീസ് അടയ്ക്കണം. കൊച്ചേ, ഞാനൊരു കാര്യം പറയാം. ഒന്നാമത് കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. ഈ നിരോധിച്ച സാധനം ചോദിച്ചു പറഞ്ഞത് വലിയ തെറ്റാണ്, അത് കുറ്റമാണ്. ഞാൻ കേസ് കൊടുക്കുന്നതിനെതിരെ പോകാൻ നോക്കപ്പോ. ചേട്ടൻ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതങ്ങ് പഞ്ചായത്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ കാശ് എടുക്കും. അതെ, പഞ്ചായത്തല്ലല്ലോ എന്റെ അടുത്ത് ഒന്ന് പൈസ വെച്ചത്. കൊച്ചല്ലേ പൈസ വെച്ചത്. അതുകൊണ്ട് പൈസ ഇല്ല. പോവാൻ നോക്ക്. പോ, സമയങ്ങളല്ലേ, പോവാൻ നോക്ക്. എന്റെ പൊന്നേട്ടാ, നിങ്ങൾ തരുന്ന ഈ 50 രൂപ എന്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, പഞ്ചായത്തിൽ അടയ്ക്കാനാ. അതെ, ഇവിടെ ഇപ്പൊ തരാൻ പഞ്ചായത്തിനായാലും നിനക്കായാലും പൈസ ഇല്ല. സമയം കളാതെ ഒന്ന് പോവച്ചേ. ചേട്ടാ, അതുപോലെ തന്നെ ഈ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനും ഫൈൻ അടിക്കും. അത് ഫൈൻ അടിക്കാൻ വരട്ടെ. എന്റെ വീടിന് ഇത്രയും വൃത്തി മതി. കൊച്ചു പോവാൻ നോക്ക്. പോ. ചേട്ടാ, ഈ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിട്ടാ, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിട്ടാ. പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചു വെച്ച് ഇത് ഇങ്ങനെയൊന്നും വെള്ളം നിറച്ചു വെക്കരുത്, കൊതുകൊക്കെ പെരുകേ. ചേട്ടാ, പാത്രത്തിൽ വെള്ളം കെട്ടി ഇതെടുത്ത് കളയാൻ നിന്റെ ആര് പറഞ്ഞു? ചേട്ടാ, വെള്ളം കെട്ടി നിന്നാലേ കൊതുക് പെരുകി ഡെങ്കിപ്പനിയൊക്കെ വന്നു. ഞാൻ ചാവട്ടെ. നിനക്ക് എന്ത് കാര്യം എന്റെ വീട്ടിൽ വെച്ചിട്ട് വെള്ളം എടുത്ത് കളയാൻ? പഞ്ചായത്ത് പറഞ്ഞു വിട്ട്. പഞ്ചായത്തിൽ നിന്ന് നീ ആക്രി പറക്കാം. ആക്രി പറക്കണം. അല്ല, ഹരിതകർമ്മ സേന. നീ ഏത് സേനയായാലും എന്റെ വീട്ടിൽ വന്ന് നീ പറക്കോട്ട് കളി. കാര്യം ഞാൻ പറയാം. ഇനി പഞ്ചായത്ത് കണ്ട കാണിച്ചില്ല കാരണം പൊളിക്കാൻ ഇപ്പൊ വന്നിരിക്കട്ടെ. മേലടിഞ്ഞിട്ട് എന്നാ മാപ്പ് കുറച്ചിനും കരച്ചിലൊന്നും വേണ്ട. കൊച്ചുമാറ് ചേനെ മാറിയില്ല. ചേനെ മാറാനാണ് പറഞ്ഞത്. കളിക്കില്ല. ഒന്നാമത് എനിക്ക് ഇക്ലീൻ അസുഖമുള്ളതൊന്നും മാറിയില്ല കൊച്ചേ. മാറങ്ങോട്ട്. അയ്യോ ഇതേത് സമയത്ത് വിളിച്ചായിരുന്ന? അയ്യോ, ആ മുതുക്ക് പൊഞ്ഞ് കയറി വരും. എന്ത് എന്നാലും എന്നാ വല്ലാത്തൊരു ചെറിയായി പോയത്. ഒരു രീതിയിലും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കൂല. ഈ സുധാര ഒരിടത്ത് മനുഷ്യനെ ഇരിക്കാത്ത എന്തോന്നട സുധാര? ഒന്നുമില്ല, ഒരു സമയവും സന്ദർഭവും ഇല്ലേടാ. അല്ല, പെട്ടെന്ന് സിന്ധുവിന് ഇവിടെ പുറത്ത് ഈ മരത്തിന്റെ ചവിട്ടി കാറ്റ് കൊണ്ടെന്നെ ചാരി നിൽക്കണമെന്നൊരു മോഹം അങ്ങനെ വന്നതാ. എന്നാലും അകത്തൊന്നും സ്ഥലം ഇല്ലേടാ. അല്ല, പ്രകൃതിയുടെ കാറ്റ് ഇവിടെയാണ് നല്ല കാറ്റുള്ളത്. അതുകൊണ്ടാ ശവനമാവൻ പോ. ഇല്ല, ഒന്നുമില്ല. അവക്ക് പെട്ടെന്നൊരു ദേഹം തിളച്ചും ഒരു തലച്ചിട്ടലും ഒരു ബോധക്കേടും വന്നു. ബോധക്കേട് വന്നാ? ഇല്ല, ബോധക്കേട് വന്നെങ്കിൽ ഇപ്പം ബോധം വന്നു. ഇപ്പൊ ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ. ചെറിയ ക്ഷീണം. അല്ലല്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. പോ മാമ. അവൾക്ക് നാണം. അവള് നാള് വൈദ്യരെ കൂടെ നടത്തി. പോ മാമ, പോയാണ് നോക്കട്ടെ. സുധാര മാമ പറ്റിപ്പോയി. പറ്റണം. ഇവിടെ ഇപ്പൊ പറ്റില്ലെങ്കിൽ ഇനി എന്ന് പറ്റായി? ഇവിടെ 10 കൊല്ലായിട്ടുള്ള കാത്തിരിപ്പല്ലേ എന്റെ സുധാര. നീ ഒരു അച്ഛനാവാൻ പോണടാ. അയ്യോ, എന്റെ സിന്ധുവിനെ ആരും തുടരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇരുത്തും. എന്തായാലും കാത്തിരുന്ന അവസാനം സുധാകരൻ സന്തോഷിക്കാനുള്ള അവസരം കിട്ടിയല്ലേ. അങ്ങോട്ട് എടാ, വീശി കൊറായിട്ട് പോലും അങ്ങോട്ട് മാറി. ഞാൻ നോക്കട്ടെ. നാണം. അയ്യോ, എന്താ കൊച്ചിനോട്ട് കമത്തി കാത്തിരിക്കണം? ഇല്ല മാമ, അവള് മുടിയും അവന് മുഖത്തൊക്കെ നാണക്കേട്. നാണം കൊണ്ട് അവള് മുഖം മറച്ചിരിക്കണം. സുധാര, ഒരു സർപ്രൈസ്. ഇനിയും സർപ്രൈസാ? അയ്യോ, ഇതൊരു ബോധം വരെ. ഇനി വെള്ളം നനഞ്ഞ് ചെളി. സാനിറ്റൈസർ പുറത്തെല്ലാം പോയിട്ട് വന്നല്ലേ. കീടാണുക്കൾ വെള്ളം കുടിക്ക്. ഞാൻ വെള്ളം ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞു തരണ്ടേ? അതല്ലേ ഒരു ഭർത്താവിന്റെ ഇത്. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ? എനിക്ക് നിന്നോട് പണ്ടേ ഭയങ്കര സ്നേഹമില്ല. ഞാൻ ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രകടിപ്പിക്കാത്തേ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. സിന്ധു, നീ കുടിക്ക്. എന്തൊരു പരുങ്ങല്. ആർക്ക്? മതി. അല്ല, നീ പണിക്ക് പോയില്ലേ ഇന്ന്? പണിക്ക് പോയി. അവിടെ ചെളിയിൽ വീണിട്ട് മൊത്തം ചെളിയായി പോയി. ഞാൻ നൈറ്റ് എടുക്കാൻ വേണ്ടി വന്ന. സിന്ധു, ഈ നൈറ്റ് നല്ലതല്ലേ? ഈ നൈറ്റ് ഇടാൻ വേണ്ടി വന്നതാണ്. അയ്യോ സിന്ധു, ഈ നൈറ്റിയേക്കാളും നല്ലത് ഈ നൈറ്റിയാ. നീ അതാ ഞാൻ ഇടാൻ വേണ്ടി വന്നത്. അതിട്ടോ. ആ നൈറ്റ് ഇട്ടോ സിന്ധു, നല്ലതാ.
സിന്ധു, പക്ഷേ- ഞാൻ ഈ നൈറ്റ് ഒന്ന് ഇട്ടിട്ട് നിന്തോ സിന്ധു. എന്താ ഈ സമയത്ത് ഇങ്ങനെ ദേഹം ഇളക്കരുത്. ഏ? ഈ ദേഹം ഇളക്കാൻ പാടില്ല. ഏത് സമയത്ത്? ഈ സമയത്ത് ഒരു സ്ത്രീകളും ഇങ്ങനെ ദേഹം ഇളക്കാൻ എന്റെ പാടില്ല. മാമ ഞാൻ അവിടെ വീണിട്ട് ദേ കാലിനൊരു ചെറിയ ഉളുക്ക് അത്രേ ഉള്ളു, അല്ലാതെ വേറൊന്നും ഇല്ല. എന്റെ ഈശ്വര, ഈ സമയത്ത് തോട്ടിലും വീണോ? അയ്യോ പാടില്ല. ദേ ഇങ്ങോട്ടോക്ക്. ദാ ഈ ഇല പിടിച്ച പിടി. ഇതെന്തിനാ? ചൂടുവെള്ളം അനത്തി 3 നേരം അതിലിട്ട് കുളിക്കണം. ഓ ഉളുക്ക് പോവാനാ? ആ പിന്നെ ഇത് മാങ്ങയും പുളിയും എപ്പോ തോന്നണ അപ്പ ഇതെന്താ പച്ച മാങ്ങ? ഇയാള് കള്ളു കുടിച്ചിട്ട് എന്തൊക്കെയാ പറയണ, നീ കാര്യമായിട്ട് എടുക്കണ്ട. സിന്ധു, ഈ സമയത്ത് പച്ചമാങ്ങയും പുളിയൊക്കെ തിന്നാൻ തോന്നും. ആ സമയത്ത് തിന്നാൻ എന്ത് വർത്താനൊക്കെ ശോഭനമായി പറയുന്നത്? ഒരു വർത്തനല്ല. സിന്ധു ഗർഭിണിയല്ലേ? ആ, ഞാൻ അറിയാതെ ഞാൻ ഗർഭിണിയാ? ആ, അതെ. അതായത് നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോഴേ ആ. സിന്ധു ഇങ്ങനെ സുധാകരന്റെ മേളില് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. ബോധം കെട്ട് കിടന്ന സമയത്ത് ഞാനും പിന്നെ സുധാകരനും കൂടെ ആണല്ലോ പിടിച്ചോണ്ട് ഇവിടെ കൊണ്ട് കിടത്തിയത്. ഇവിടെ കിടത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു, സിന്ധുവിന്റെ കൈ പിടിച്ച് ഇങ്ങനെ നോക്കി. ഇങ്ങനെ നോക്കി 1 2 3 സിന്ധുവിന് 3 കൈയാ. സിന്ധുവിന്റെ 3 കൈയല്ല. എടാ സുധാര, നിനക്ക് 2 കൈ അല്ലേടാ? എടാ ഒരേ റൂട്ടിൽ ഒരേ സമയം നീ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഓട്ടിക്കണം അല്ലേടാ? എന്തൊക്കെ സിന്ധു. മാറങ്ങോട്ട്. അയ്യോ അയ്യോ, ഇതാര്? ആരായത്? ഇതാരും ആരായത്? ആരായത് കുട്ടി? ആരായത്? സത്യം പറ, ആരായത്? എനിക്കറിഞ്ഞൂടാ. ഇതാരും നിനക്ക് അറിഞ്ഞൂടാ? എനിക്കറിഞ്ഞൂടാ. ഇതാണ് നീ നേരത്തെ കെട്ടിപ്പിടിച്ച് ഇന്നാ ഗർഭിണിയായ പെണ്ണ്. എങ്ങനെ? സിന്ധു, സത്യം പറഞ്ഞോ? ആരാ നിങ്ങൾ കെട്ടിപ്പിടിച്ചവള്? ഇത് ഭീമസേന സേന? അല്ല, ദേവസേന ഏത് സേന? അല്ല, ഹരിതസേന. ഒരു സേനയുമല്ല. 10 വർഷമായിട്ട് നിങ്ങൾ എന്നെ ചതിക്കുവായിരുന്നല്ലോ മനുഷ്യ. സത്യം പറഞ്ഞോ? ഇവളേതാ? ഞാൻ ഇവളെ കണ്ടിട്ടില്ലല്ലോ. സിന്ധു, ഞാൻ പറയാം. സിന്ധു, ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയണ്ട. സിന്ധു, ഞാൻ ചുമ്മാതല്ല രാവിലെ നിങ്ങൾ എന്നെ തൊഴിലുറപ്പിനൊന്നും പറഞ്ഞു വിട്ടിട്ട് നിങ്ങളുടെ തൊഴിൽ ഇതായിരുന്നല്ലേ മനുഷ്യ. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഒരു നിമിഷം പോലും ജീവിതത്തിൽ- നിങ്ങൾ എത്ര നാള് അയ്യോ. അയ്യോ. ഞാൻ നിങ്ങളോട് ജീവിതത്തിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും ശോഭനമാമ. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എടാ വിളിച്ചു നോക്ക്. ശാരി, ഇത് എവിടെ പോയി കിടക്കുന്നത്? ഹലോ, നീ പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ എവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ പോയി എനിക്ക് മൊത്തം സ്ഥലം അറിയാന്ന്. നമുക്ക് ഫുൾ വീട് അരിച്ചു പറക്കാം. ഓക്കെ, നീ അങ്ങോട്ട് തോരിക്കുന്നു. എവിടെ ചാരി? എവിടെ ചാരി? അയ്യോ ചാരി, അയ്യോ ചാരി, ചാരി, ചാരി. ഹലോ, എന്തോ ഇതാര്? ചേട്ടാ, ഞാൻ ഇവിടെ എത്തിയത് എനിക്ക് തല ചുറ്റുവന്നേട്ടാ. ഓ എടി, ഞാൻ രാവിലെ എന്തെടുത്ത് പറഞ്ഞല്ലേ ഇന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ പോണ്ടെന്ന്. അയ്യോ, ഞാൻ തല ചുറ്റി വീണപ്പോഴേ ഈ ചേട്ടൻ എന്നെ ഇവിടെ ഇരുത്തിയത്. വലിയ ഉപകാരം ചേട്ടാ. അവൾ ഒന്നാമത് പ്രഗ്നന്റ് ആണ്. ആണോ? ഓ, എന്നാലും കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. അത് ചേട്ടാ കുറച്ചുകൂടെ അത്രയും കുറച്ച് കൊണ്ടാ മതിയായിരുന്നല്ല. അല്ല, കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുപോയിരുന്നല്ല. അങ്ങനെ ചേച്ചി, വലിയ ഉപകാരം കേട്ടോ ചേട്ടാ, വലിയ ഉപകാരം. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഒന്നും പറ്റില്ല നിന്റെ ഭാര്യ. സത്യം, ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. പോട്ടെ എന്നാ. പിന്നെ ഒരു കാര്യം, ആശുപത്രി കൊണ്ടു ബാബാ. എടാ സുധാര, അവൾ അവന്റെ ഭാര്യണ്ടാ. ഞാൻ വിചാരിച്ചു വിളിച്ചായിരുന്നാ. അയ്യോ, സുധാകരേട്ടാ, സോറി. ഇനി എന്ത് സോറി? അത് പിന്നെ ഭാര്യ വീട്ടിലില്ലാത്ത സമയത്ത് ഭർത്താവിനെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് ഭാര്യമാരും ഇങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ. എന്നാലും ഇതൊരു വല്ലാത്ത പെരുമാറ്റമായി പോയി. അതെ, ഇത് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു സൈഡ് എഫക്റ്റാ. സൈഡ് എഫക്റ്റ് അല്ല സിന്ധു, പിന്നെ ആഫ്റ്റർ എഫക്റ്റ്. കറക്റ്റ്.